ഇപ്പം ഗ്രോത്ത് സംസാരിച്ചാൽ ഒരു സിമ്പിൾ ടേമിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ ബൈസൈക്കിൾ വെച്ചാണ് പണ്ട് റാക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് 9 പ്ലേസസ് 9 സ്ഥലത്തിലെ നമ്പർ 1 പൊസിഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്പർ 1 ചന്ദ്രയാൻ 1 സാറ്റലൈറ്റ്, അതാണ് ആദ്യമായിട്ട് വാട്ടർ മാലിക്യൂൾ കണ്ടുപിടിച്ചത്. ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് കൺട്രി അലോങ് വിത്ത് USA വി ഫൗണ്ട് വാട്ടർ മാലിക്യൂൾ. ചന്ദ്രയാൻ 2 അത് സോഫ്റ്റ് ലാൻഡ് ആയില്ല, ஆனால் അത് ഒരു ആർബിറ്റർ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ആ ആർബിറ്ററിൽ ഒരു ക്യാമറ ഉണ്ട്, കാൾഡ് ആൺ ആർബിറ്റർ ഹൈ റെസൊല്യൂഷൻ ക്യാമറ. ഇന്ന് മൂൺ സർഫേസിലുള്ള ബെസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത് ISROയുടെ ക്യാമറ ആണ്. 32 സെൻറ്റിമീറ്റർ റെസൊല്യൂഷൻ. മറ്റേ കൺട്രിയുടെ റെസൊല്യൂഷൻ 50 സെൻറ്റിമീറ്ററാണ്. അപ്പം ഏറ്റവും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫ് മൂൺ ഫോട്ടോ വരുന്നത് നമ്മളുടെ ഇതിലാണ്. അതിൽ നമ്പർ 1 മാർസ് ഓർബിറ്റർ മിഷൻ. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ എല്ലാവരും ചേർന്ന് ചെയ്ത ഒരിതാണ്. ചന്ദ്രയാൻ സമയത്തിലെ മാധവനാർ സാർ ഉണ്ടായിരുന്നു. ചന്ദ്രയാൻ 2 ഡോക്ടർ ശിവൻ ഉണ്ടായിരുന്നു. മാർസ് ഓർബിറ്റർ മിഷൻ. നമ്മൾ മാർസ് ഓർബിറ്റർ റെഡ് പ്ലാനറ്റ് പോകണമെങ്കിൽ ഇവിടെ നിന്ന് 68 crore kilometer വി ഹാവ് ടു ട്രാവൽ. അവിടെ പോയിട്ട് ഭയങ്കര സ്പീഡിൽ പോകും. അവിടെ പോയിട്ട് ഒരു എഞ്ചിനെ ഓപ്പറേറ്റ് ചെയ്ത് ക്യാപ്ചർ ചെയ്യും, സ്പീഡ് കുറച്ച്. ഇപ്പം അസ്യൂം യു ആർ നോട്ട് സ്റ്റാർട്ടിങ് എ കാർ ഫോർ 2 months. വെൻ യു സ്റ്റാർട്ട്, ഹൗ ഇറ്റ് വിൽ സ്റ്റാർട്ട് വി ആൾ നോ. ഹിയർ ആഫ്റ്റർ 295 days വി ഹാവ് ടു റീസ്റ്റാർട്ട് എ എഞ്ചിൻ ആൻഡ് വി ഹാവ് ടു ക്യാപ്ചർ. നമ്മൾ പെർഫെക്റ്റ് ക്യാപ്ചർ ചെയ്ത് സക്സസ് ആയി. ഇന്ത്യ ഈസ് ദ ഒൺലി കൺട്രി ആൻഡ് ഫസ്റ്റ് കൺട്രി വിച്ച് ഹാസ് സക്സീഡഡ് മാർസ് ഓർബിറ്റർ മിഷൻ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇത് മൂന്നാമത്തെ അച്ചീവ്മെൻറ്റ്. നാലാമത്തത് ചന്ദ്രയാൻ 3. നിങ്ങൾക്കെല്ലാവരും യു ആൾ നോ, ഇന്ത്യ ഈസ് ദ 4th country ടു സോഫ്റ്റ് ലാൻഡ് ഓൺ ദ മൂൺ, ബട്ട് ഫസ്റ്റ് കൺട്രി ടു സോഫ്റ്റ് ലാൻഡ് നിയർ ദ സൗത്ത് പോൾ ഓഫ് മൂൺ. അഞ്ചാമത്തത് ഇതിൽ നിറയെ ഡേറ്റ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് എന്നറിയാം, ബട്ട് അത് സോ മച്ച് വെൽത്ത് ഓഫ് ഡേറ്റ ഇറ്റ് ഹാസ് ഗിവൺ. അതിൽ നമ്മൾ എല്ലാ ഡേറ്റയും എല്ലാ കൺട്രിയും ഡൊനേറ്റ് ചെയ്ത് അങ്ങനെ ഒരു നമ്പർ 1 പൊസിഷനിലുണ്ട്. പിന്നെ ഒരേ റാക്കറ്റ് വെച്ച് നമ്മൾ ആദ്യം സാറ്റലൈറ്റ് വിട്ടത് റഷ്യ, അവർ 37 സാറ്റലൈറ്റ് കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്ത് 100 സാറ്റലൈറ്റ് വിട്ടാലെന്ന്. അപ്പം കൊണ്ട് ഇടുന്നത് എളുപ്പമാണ്, ബട്ട് ഇട്ടിട്ട് അത് കൊലൈഡ് ചെയ്യാൻ പാടില്ല. സക്സസ് ആയിട്ട് ആദ്യമായിട്ട് 100 മോഡൽ 104 സാറ്റലൈറ്റ് കൊണ്ടിട്ടത് നമ്മളുടെ കൺട്രിയാണ്. അടുത്ത് പ്രൊപ്പൽഷൻ ഉണ്ടല്ലോ, പ്രൊപ്പൽഷൻ സിസ്റ്റം. ഇപ്പം റാക്കറ്റൊക്കെ പോകണമെങ്കിൽ അത് ഒരു എൻജിൻസ് വേണം. ഈ എൻജിൻസും ഈ കാർ എൻജിൻ ഉണ്ടല്ലോ, നമ്മൾ കാറിലെ എൻജിൻ ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. ഫങ്ഷൻ വൈസ് നോക്കിയാൽ നമ്മുടെ കാർ എൻജിൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോകും ഒരു സ്ഥലത്തിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, ഇല്ലെങ്കിൽ കുറേ ആബ്ജക്റ്റ് കൊണ്ടുപോകും, ഇത്രയല്ലേ ചെയ്യുന്നത്. റാക്കറ്റ് ഇതുപോലെ തന്നെ ചെയ്യുന്നത്. റാക്കറ്റ് എന്താണ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് എയ്തർ ഇറ്റ് ടേക്സ് സാറ്റലൈറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ഓർബിറ്റ് or human being it takes to the this one. Only this is the functionality wise same thing, but there is a difference. ഇപ്പം ട്രിവാൻഡ്രം റോട്ടിൽ ഒരു കാർ എത്ര km/h സ്പീഡിൽ പോകാൻ പറ്റും? ഒരു 80 ഇല്ലെങ്കിൽ 100 km/h പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3 അവിടെ കൊണ്ട് വിടണമെങ്കിൽ 37,000 km/h സ്പീഡിൽ കൊണ്ട് വിട്ടാലേ അവിടെ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എൻജിനാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ആ പ്രൊപ്പൽഷൻ, അതാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം സാലിഡ് ഉണ്ട്, എസ്റ്റോറബിൾ ഉണ്ട്, ക്രയോജനിക് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ വെച്ച് യൂസ് ചെയ്യുന്ന പ്രൊപ്പൽഷനാണ് ഏറ്റവും എഫിഷ്യൻറ്റ് കെമിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റം. ഈ ടെക്നോളജി അതർ കൺട്രീസ് ഡിനൈഡ് ടു ഇന്ത്യ. യു നോ വൈ ദേ ഡിനൈഡ്? വെരി സിമ്പിൾ റീസൺ. ഇഫ് ദിസ് ടെക്നോളജി ഇസ് അവൈലബിൾ വിത്ത് ഇന്ത്യ, ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം വിൽ ബിക്കം എ സൈനിങ് സ്റ്റാർ പ്രോഗ്രാം. അതില്ലെങ്കിൽ അവർ ഗ്രോത്ത് വിൽ ബി വെരി വെരി ലെസ്. അപ്പം early 90s ഞാൻ എംടെക് ക്രയോജനിക് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത്. ആദ്യം ലോയർ ലെവലിൽ ജോയിൻ ചെയ്ത് സാലിഡിൽ വർക്ക് ചെയ്ത്, സാലിഡ് പ്രൊപ്പൽഷൻ വർക്ക് ചെയ്ത്, പിന്നെ എംടെക് പഠിച്ചിട്ട് IIT കറക്കൂരിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഈ ടെക്നോളജീസ് ഡിനൈഡ് ടു us. ഇനിഷ്യലി റഷ്യ വാണ്ടഡ് ടു ലിറ്റിൽ ബിറ്റ് ഹെൽപ്പ്, ബട്ട് ഇറ്റ് വാസ് ഡിനൈഡ്. ടുഡേ, ടു അവർ ക്രെഡിറ്റ്, there are 3 propulsion systems we have developed successfully, and we are one among 6 countries having that technology in the world. Cryogenics, liquid hydrogen, liquid oxygen, one among 6 countries. അത് മാത്രമല്ല, അതിൽ Mark 3 ഒരു ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത്, അതിൽ മാധവനാർ സാർ അറിയാമല്ലോ, സാറാണ് അത് ഇൻഡിജിനിയസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഹി വാസ് ബിഹൈൻഡ് ദാറ്റ്. അപ്പം ഹി വാസ് അവർ ഡയറക്ടർ ആൾസോ. ഈ ക്രയോജനിക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ISROയിൽ സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടർ A. മുത്തനായകൻ സാറാണ് ഫൗണ്ടർ ഡയറക്ടർ.
പിന്നെ C-25 കുറച്ച് പുഷ് കൊടുത്ത് അത് കൊണ്ടുവന്നത് മാധവനായർ സാറാണ്. ISRO, Indian Space Program, was started in the year 1962. In fact, the entire discussion on starting the space program was done in the year 1961. That's what I understand from one of the senior members, Professor Chitnis. I don't know how many of you are aware. Chitnis, he completed his studies in MIT, USA and returned in 1961. That time Sarabhai and both couple of people discussed, and 1962 space program was started. അപ്പോൾ നമ്മൾക്ക് 1-2 മേജർ മൈൽ സ്റ്റോൺസ് ഉണ്ട്. 1963 November 21 ആണ് ഒരു മൈൽ സ്റ്റോൺ. അന്നാണ് ദ ഫസ്റ്റ് ഒരു സൗണ്ടിങ് റോക്കറ്റ്. ഇറ്റ് ഈസ് ലിഫ്റ്റിംഗ് ഓഫ് ഫ്രം ഇന്ത്യൻ സോയിൽ. ആ സൗണ്ടിങ് റോക്കറ്റ് ഡൊനേറ്റ് ചെയ്തത് USA ആണ് ഡൊനേറ്റ് ചെയ്തത്. ആൻഡ് പേലോഡിന് പറയുന്നത് ദർ ഇസ് എ സോഡിയം വേപ്പർ ലാമ്പ് that came from France. So it was assembled in our church building and it was launched. Next major milestone is November 20, 1967. Adana first indigenous sounding rocket is lifting off from Indian soil. But adante propellant came from Aravangad defense lab il nanu vandadu. And 1969 August 15 ISRO is formed. And 1972 ISRO is becoming a separate department called Department of Space is formed. Until then, first 10 years this activity was with the Department of Atomic Energy. So 72 is another milestone. Now if you look at our programs, there are 3 major programs. To bring the benefit of space to common man, it was initiated under the visionary leadership of Sarabhai. We need satellites of different types and launch vehicles to place the satellite in the orbit. We need application-oriented activities and ground segments. Take satellite. 1975 April 19 is a major milestone for us. That is the day the first Indian satellite called Aryabhatta, which was totally built with the support of Russians and launched by Russian vehicle, and that was placed in the orbit on April 19, 1975. During the last 50 years, if you see the growth, it is a phenomenal growth. Almost 132 satellites of different types we have conceived, built and placed in the orbit, and currently 55 satellites are in the orbit. And the heaviest satellite what we have built is called GSAT-11 satellite. It is a 6,000 kg satellite, high throughput satellite, currently working very safely in the space. Now next activity in പറയുന്നത് launch vehicle activity. അതിൻ്റെ major milestone എന്ന് പറഞ്ഞാൽ 1979 first SLV-3 was launched, but it was an unsuccessful mission. It was a partially successful mission. പിന്നെ 1980 first rocket successfully getting lifted off and placing a 35 kg satellite in the low Earth orbit. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ none other than APJ അബ്ദുൽ കലാം സാറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ സമയത്തിലിരുന്ന ചെയർമാൻ പ്രൊഫസർ സതീഷ് ധവാൻ. അപ്പോൾ then it is not only one project director and chairman, it's a host of senior leaders like Dr. A. Muthanayagam, Dr. Vasant Kavariga, Dr. S.C. Gupta, all the people together they built that vehicle. And from that till now, we have developed 6 generations of launch vehicles. SLV-3 up to SSLV vare 6 generations of launcher നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേപ്പബിലിറ്റി നോക്കിയാൽ അന്ന് 35 kg ലോ എർത്ത് ഓർബിറ്റിൽ ലോഞ്ച് ചെയ്ത കേപ്പബിലിറ്റി, ടുഡേ അവർ കേപ്പബിലിറ്റി ഈസ് ക്ലോസ് ടു 10,000 kg ഇൻ ദ ലോ എർത്ത് ഓർബിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോഞ്ചർ സക്സസ് ആയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. I took over as the chairman after 41 years of service in ISRO. January 13 ചാർജ് എടുക്കുന്നത്. അപ്പം ജനുവരി 29 100ാമത്തെ ലാഞ്ചാണ്. അത് 100ാമത്തെ ലാഞ്ച് നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു ഭയങ്കര ഒരു ടെൻസ് ആൻഡ് എക്സൈറ്റിംഗ് മൂമെൻറ്റ്. ആൻഡ് എനിവോ വി വാണ്ട് ടു മേക്ക് ഇറ്റ് വെരി സക്സസ്ഫുൾ. വി ആർ കോൺഫിഡൻറ്റ് ആൻഡ് ഇറ്റ് വാസ് എ പെർഫെക്റ്റ് സക്സസ്ഫുൾ മിഷൻ ആൻഡ് വി ആർ റിട്ടൺ ഇൻ ദ ഗോൾഡൻ ലെറ്റേഴ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ദ 100th launcher was successful launch. അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ ഇഫ് യു മിസ്
then you will get the next milestone 150, 200 ഇങ്ങനെയുള്ള milestone only will get. പിന്നെ ഇപ്പം നമ്മൾ 102ാമത്തെ റാക്കറ്റ് പോയത് ലാസ്റ്റ് മന്ത് 30th ആണ് പോയത്. നമ്മൾ യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, അന്ന് നമ്മൾക്കൊരു ചെറിയ സൗണ്ടിങ് റാക്കറ്റ് ഡൊനേറ്റ് ചെയ്ത ഒരു കൺട്രി ടുഡേ ദേ ആർ അവർ ഈക്വൽ പാർട്ട്നേഴ്സ് USA. ആൻഡ് US-ഉം നമ്മളും ചേർന്ന് ഒരു നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് വി ഹവ് ബിൽറ്റ്. അതിൽ ഒരു പേലോഡ്, ഇമ്പോർട്ടൻറ്റ് പേലോഡ് എൽ ബാൻഡ് സാറിന് പറയും, എൽ ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അതുപോലെ അത് US ആണ് കൊടുത്തത്. ഇറ്റ് ഈസ് ദെയർ പേലോഡ് വിത്ത് ഒരു 12 meter ഡയമീറ്റർ അൺഫർലബിൾ ആൻറ്റന, അവരുടെ പേലോഡാണ്. നമ്മൾ ചെയ്തത് ഒരു എസ് ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ്. അപ്പം സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റിന് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്നാ, ആൾ വെതർ കണ്ടീഷനിൽ ഇറ്റ് ക്യാൻ ടേക്ക് ഫോട്ടോഗ്രാഫ്. ക്ലൗഡ് ഉണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ടേക്ക്. അതാണ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ്. അത് ഫോർ ദ പർപ്പസ് ഓഫ് എർത്ത് ഒബ്സർവേഷൻ, ഡിസാസ്റ്റർ റിലേറ്റഡ്, ഐസ് റിലേറ്റഡ്, ഐസ് ഗ്ലേസിയർ എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ലിപ്പാവുന്നത്, ഫ്ലോ എങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെ കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും.